യേശുവേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. അങ്ങേ ആരാധിക്കുന്ന ഈ സമൂഹത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒന്ന് ചേർന്ന് ആരാധിച്ച് എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ചേ. ആരാധന, ആരാധന, ആരാധന. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് ആരാധിക്കുക. എന്റെ ജനത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുക. എങ്ങനെയാണ് കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ കർത്താവിനെ ആരാധിക്കാൻ കൃപ തരണമേ. ഈ ആരാധന വേളയിൽ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സകല മക്കളിലേക്കും നിന്റെ കരം അവിടെ നീട്ടി പിടിക്കണമേ. കണ്ണീരോടുകൂടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്ന ജീവിതങ്ങൾ നിന്റെ തിരുമുമ്പിലേക്ക് ഇതാ കരമുയർത്തുന്നു. ഈ മക്കളെ നിലവിളി നീ കേൾക്കണമേ. കണ്ണുനീര് കാണണമേ. വിളിച്ചു വിളിച്ചുണരട്ടെ യേശുവേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധാത്മാക്കളോട് ചേർന്ന് രക്തസാക്ഷികളോടൊപ്പം സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം കരങ്ങൾ കൂപ്പി ദിവ്യകാലത്തിലേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അവിടെ തരുന്നത്? വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് തരികയാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധമായി ജീവിതം നയിക്കുവാൻ വേണ്ടി അവിടെ തരുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം എന്നുള്ളത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടുമോ എന്ന് പല വ്യക്തികളും ഈ സമയം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയം നുറങ്ങി ജനം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, പശ്ചാത്തപിക്കണം, പാപങ്ങൾ ഉപേക്ഷിക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. പശ്ചാത്തപിക്കണം, പാപങ്ങൾ ഉപേക്ഷിക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. എങ്കിൽ എനിക്ക് ഈ ആത്മാവിനെ കിട്ടുമോ? പശ്ചാത്തപിച്ചോ, പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ചോ, എങ്കിൽ എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ അവിടെ ലഭിക്കും. എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുക? ഓരോ വ്യക്തികളും തിരിച്ചറിയണം. എപ്പോഴാണോ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്, അപ്പോൾ എനിക്ക് ലഭിക്കുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം.
സ്പോർട്സിൽ നാം കേട്ടിട്ടുണ്ട്, ഉത്തേജക മരുന്ന് കഴിച്ച് അദ്ദേഹം ഓട്ടത്തിൽ ഒന്നാമതെത്തി. ഉത്തേജക മരുന്ന് കഴിക്കുന്ന എപ്പോഴാണ്? ഒരു മത്സരാർത്ഥി, ഓട്ടത്തിന് പോകുന്ന ഒരു മത്സരാർത്ഥി, കായിക അഭ്യാസി ഉത്തേജക മരുന്ന് കഴിക്കുക ഓട്ടം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴല്ല, മറിച്ച് ഓടാൻ തുടങ്ങുമ്പോഴാണ്. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ ഓടാൻ തുടങ്ങുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കാൻ അവിടുന്ന് ആരംഭിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് എനിക്കൊരു തീരുമാനം എടുക്കണം. എന്താണ് എൻ്റെ തീരുമാനം? എനിക്കൊരു വിശുദ്ധമായ ജീവിതം നയിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശിഷ്യന്മാര് ഈ ആത്മാവിനെ കിട്ടാൻ എന്താ ചെയ്തേ? യേശുവിനെ കണ്ണുപൂട്ടി അങ്ങോട്ട് സ്നേഹിച്ചു. യേശുവിനെ കണ്ണുപൂട്ടി അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞപ്പോ അവരിലേക്കെല്ലാം ഈ ആത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ ലഭിക്കുകയാണ്. എങ്കിൽ എനിക്ക് ഈ ആത്മാവിനെ കിട്ടാതെ ഞാൻ പോകുകയില്ല. ഈ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോ, എനിക്ക് ആത്മാവിന്റെ അഭിഷേകം കിട്ടണം. ഒരുപക്ഷേ എൻ്റെ തകർന്ന ജീവിതമായിരിക്കാം, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാ, മനസ്സിനൊരു ശക്തിയില്ലാത്ത അവസ്ഥയാ, എല്ലാം തകർന്നു എന്ന് നീ ചിന്തിക്കുന്ന അവസ്ഥയാ, നിരാശയപ്പെട്ടിരിക്കുന്ന അവസ്ഥയാ. ഈ അവസ്ഥയിലൊക്കെ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നത്? വ്യക്തമായിട്ട് 4 സുവിശേഷകന്മാരും പറഞ്ഞു തരുന്നുണ്ട്. അവരാത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മെ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മൾ കണ്ടുമുട്ടിയ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം തിരുവചനം, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. യേശു നമ്മെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ഈ പ്രവചനം നമ്മൾ പൂർത്തിയാവുക. വീണ്ടും മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 8-ാം തിരുവചനം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. യേശു എന്തിനാ വന്നത്? വ്യക്തമായിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മെ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുകയാണ്, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനാകട്ടെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടണം. ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എനിക്ക് സ്നാനപ്പെടണം. ദാഹത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 36-ാം തിരുവചനം പറയുന്നുണ്ട്, തിരുനാളിന്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് സ്വരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ പൊട്ടി പുറപ്പെടും. യേശു ഈ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു, ഇത് കൂടാര തിരുനാളാണ്. കൂടാര തിരുനാളിന് ഇസ്രായേൽ ജനം മുഴുവൻ ജെറുസലേം ദേവാലയത്തിൽ തമ്പടിച്ചിരിക്കുക. ആ സമയത്ത് തിരുനാളിന്റെ മഹാദിനം, ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളും ധൂപാർപ്പണവും നടക്കുന്ന ദിനം, യേശു എഴുന്നേറ്റ് നിന്ന് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടല്ലേ യേശു എഴുന്നേറ്റ് നിന്ന്. ഇതിനുശേഷം യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വായോ. ദാഹിക്കുന്ന മക്കളെ മുഴുവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വായോ. സമറിയക്കാരി സ്ത്രീ ദാഹിച്ചു. ഈ ലോകത്തിന്റെ മ്ലേച്ഛതയുടെ പിന്നാലെ, ലോകം നൽകുന്ന സുഖങ്ങളുടെ പിന്നാലെ, നൈമൻഷിക സുഖങ്ങളുടെ പിന്നാലെ സമറിയക്കാരി സ്ത്രീ നെട്ടോട്ടം ഓടി. അവളുടെ ദാഹം തീർന്നില്ല. എത്ര കിട്ടിയാലും തീരാത്ത ദാഹം, എത്ര ഭക്ഷണം കിട്ടിയാലും തീരാത്തൊരു വിശപ്പ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ സമറിയക്കാരി സ്ത്രീ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. കർത്താവ് ശംശിയായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി
യേശുവിനോട് സംസാരിച്ചു. പിന്നീട് ഒരിക്കലും അവൾ ഒരു പഴയ ജീവിതത്തിലേക്ക് പോകുകയല്ല, മറിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുക, ഒരു വിശുദ്ധമായ ജീവിതം അവൾ ആരംഭിക്കുക. കാരണം അവൾക്ക് ജീവജലത്തിന്റെ അരുവി അവിടുന്ന് കൊടുക്കുക. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി പൊട്ടിപ്പുറപ്പെടും. തിരിച്ചറിഞ്ഞു, മാന്നാനം കുന്നിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി പൊട്ടിപ്പുറപ്പെട്ടു. ദേശങ്ങളെ നരിച്ചു, രാജ്യങ്ങളെ നരച്ചു. വിശുദ്ധ ചാവറ പിതാവ് ഭരണകാലത്ത് നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി പൊട്ടിപ്പുറപ്പെട്ടു. ദേശങ്ങളെ നരച്ചു, സഭയെ നരച്ചു, രാജ്യങ്ങളെ നരച്ചു. വിശുദ്ധ അൽഫോൻസമ്മ ഇതുപോലെ തന്നെ ഒല്ലൂരിൽ നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി പൊട്ടിപ്പുറപ്പെട്ടു. ദേശങ്ങളെ നരച്ചു, ഇടവകളെ നരച്ചു. വിശുദ്ധ എവുപ്രാസ്യമ്മ ഇതുപോലെ തന്നെ കുഴിക്കാട്ടുചേരിയിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി പൊട്ടിപ്പുറപ്പെട്ടു. ആ ദേശങ്ങളെ നരച്ചു, കുടുംബങ്ങളെ നരച്ചു, സഭയെ നരച്ചു. വിശുദ്ധ മറിയം ത്രേസ്യ എങ്കിൽ വചനം പറയുക, എന്നിൽ വിശ്വസിക്കുന്ന നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ജീവജലത്തിന്റെ അരുവി പൊട്ടിപ്പുറപ്പെടണം. ദേശങ്ങളെ നരയ്ക്കണം, രാജ്യങ്ങളെ നരയ്ക്കണം, നിന്റെ കുടുംബത്തെ നരയ്ക്കണം, ഇടവയെ നരയ്ക്കണം. ഈ കർത്താവിന് വേണ്ടി ഇന്ന് നീ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണോ? നിന്നിലേക്ക് ഒരു ആത്മാവിന്റെ അഭിഷേകം ജ്വലിക്കുവാൻ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണ്. ഏതൊക്കെ മക്കളാണോ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത്, അവൻ്റെ ഒക്കെ ഹൃദയത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ നൽകി. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി അവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ഈ ആരാധന വേളയിൽ നമുക്ക് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കണം, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം. ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. പേടിത്തൊണ്ടന്മാരായിരുന്ന ശിഷ്യന്മാര്, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്ന ശിഷ്യന്മാര്, ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്ന ശിഷ്യന്മാര്, സാധാരണക്കാരായ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ശിഷ്യന്മാര്, ഈ ശിഷ്യന്മാരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചത് മറ്റൊന്നുമല്ല, ഈ പെന്തക്കോസ്ത് അനുഭവമാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അഗ്നിജ്വാലകളായി അവിടെ മേൽ വന്നു നിന്നപ്പോഴല്ലേ അവിടെ ജീവിതം മാറി മറഞ്ഞത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, എൻ്റെ മേൽ ആത്മാവിന്റെ അഭിഷേകം നിറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി ഈ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ നീ വിളിച്ചു പ്രാർത്ഥിച്ചോ. നമുക്ക് മുട്ടുകേൽക്കുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സകല മേഖലകളിലേക്കും ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. നിർജീവങ്ങളായ കോശങ്ങൾ, രോഗപീഠകൾ, കടബാധ്യതകൾ, നിരാശ അനുഭവിക്കുന്ന അവസ്ഥ, പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഈ ആത്മാവ് വന്നാൽ നിന്റെ ജീവിതത്തെ അവിടുന്ന് പുതുക്കി പണിയും. പുതിയ ദിശാബോധം നിന്റെ ജീവിതത്തിന് തരും. എങ്കിൽ ഈ ആത്മാവിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. രണ്ട് കരകളെ തുറന്നു പിടിച്ച് സ്തുതിച്ചേ. എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അതിരം തുറന്നൊന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചേ, മനമുരുകി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദേശങ്ങളെ നനയ്ക്കട്ടെ, നിന്റെ കുടുംബത്തെ നനയ്ക്കട്ടെ, നിന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഏത് വ്യക്തിയാണോ വിശുദ്ധ ജീവൻ നയിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്, ആ വ്യക്തിയിലേക്ക് ലഭിക്കുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം. ഒരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചേ. സ്തുതിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. ആത്മാവേ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും ചേർന്ന് ദാഹമോടിവർ പ്രാർത്ഥിക്കും നീത, ആത്മാവേ വന്നു നിറയണമേ. വിളിച്ചുണരട്ടെ. നിറയണമേ, വന്നു നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ. ആവസിക്കട്ടെ. ദാഹമോടിവർ പ്രാർത്ഥിക്കും നീത, ആത്മാവേ വന്നു നിറയണമേ. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം തിരുവചനം. പെന്തക്കോസ്ത് തിരുനാൾ സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ
തങ്ങൾ ഓരോരുത്തരുടെ മേലും അവിടുന്ന് വന്നു നിന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷപരമനുസരിച്ച് അവരെല്ലാം അവിടുന്ന് സംസാരിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടുകൂടെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പേടിത്തൊണ്ടന്മാരായിരുന്ന ശിഷ്യന്മാര് ഇതാ യേശുവിന്റെ മരണത്തിന് ശേഷം പഴയ വേലകളിലേക്ക് പോയ ശിഷ്യന്മാര്, ഇനിയൊരിക്കലും ഞാൻ പഴയ കടലിലേക്കോ പഴയ വഞ്ചിയിലേക്കോ പഴയ ജീവിതത്തിലേക്കോ തിരിച്ചു പോകില്ല എന്ന് തീരുമാനമെടുത്ത ശിഷ്യന്മാര് യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയി. എന്നാൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് പെന്തക്കോസ്ത് അനുഭവമായിരുന്നുവല്ലോ. പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ ശിഷ്യന്മാരുടെ മേലും വന്നു നിറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലെ ഭയം വിട്ടുപോയി. കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവർ തയ്യാറായി. ഈ സമയം കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിക്കോ. എല്ലാ മക്കളും ആത്മാവേ ആത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഈ സമൂഹത്തിൽ ഭയത്തിന്റെ ദുരാത്മാവ് ഏതൊക്കെ വ്യക്തികളെ വലയം ചെയ്തിട്ടുണ്ടോ, യേശു നാമത്തിന്റെ ശക്തിയാൽ അവിടെ നീങ്ങിപ്പോകട്ടെ. ആത്മാവിന്റെ ശക്തി ഈ ജീവിതങ്ങളിലേക്ക് മുഴുവൻ വ്യാപരിക്കട്ടെ. കർത്താവേ, കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, അലസമായ പ്രകൃതി, ഇതുപോലെ തന്നെ രോഗപീഡകർ, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ, ഈ അവസ്ഥകളിലേക്കെല്ലാം ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, സകല ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നീത ആത്മാവേ വന്നു നിറയണമേ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിറയണമേ വന്നു നിറയണമേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ, ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നീത ആത്മാവേ വന്നു നിറയണമേ, ആത്മാവേ വന്നു നിറയണമേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഈശോയെ കണ്ണും പൂട്ടി അങ്ങോട്ട് സ്നേഹിച്ച മക്കളെ, വചനം പറയുന്നുണ്ട്, പത്രോസ് പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എന്റെ കയ്യിൽ ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ശിഷ്യന്മാരുടെ മേൽ വ്യാപരിച്ചത് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലാണല്ലോ. ഈ സമയം നമുക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ സകല വ്യക്തികളെ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. രോഗശാന്തി വരങ്ങൾക്ക് വേണ്ടി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരങ്ങൾക്ക് വേണ്ടി, ആത്മാവിനെ വിവേചിക്കാനുള്ള വരത്തിന് വേണ്ടി, ഇതുപോലെ തന്നെ പ്രവചനങ്ങൾക്കുള്ള വരം, ഭാഷാവരം, എല്ലാ വരങ്ങൾക്കും വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സകല ജീവിതങ്ങളുടെ മേൽ ഈ സമയം തന്നെ അവിടുന്ന് വന്ന് നിറയട്ടെ. വിളിച്ച് ആത്മാവേ നിറയണമേ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ആത്മാവേ ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നീത ആത്മാവേ വന്നു പടരട്ടെ. നിറയണമേ വന്നു നിറയണമേ, ദാഹത്തോടെ വിളിക്കുക. പരിശുദ്ധാത്മാവേ നിറയണമേ, സകല ജീവിതങ്ങളുടെ മേൽ ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നീത ആത്മാവേ വന്നു നിറയണമേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം, എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാം. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അവസാന നാളുകളിൽ എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കാം. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് പെന്തക്കോസ്ത് ദിനത്തിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ആ ശിഷ്യന്മാരുടെ ജീവിതം മാറിയില്ലേ? ഇതുപോലെ തന്നെ വചനത്തിന്റെ പൊരുൾ അവൾക്ക് തുറന്നു കിട്ടിയില്ലേ? ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊന്നും സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ സമയം ശിഷ്യന്മാരിലേക്ക് വചനത്തിന്റെ പൊരുൾ ലഭിച്ചത് പെന്തക്കോസ്ത് ദിനത്തിലാണെങ്കിൽ ഇന്ന് ഈ സമയം ആത്മാവിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. വചനം വായിക്കാനുള്ള ഒരു ദാഹം നിനക്ക് ലഭിക്കും, വചനം പഠിക്കുവാനുള്ള ഒരു ദാഹം നിനക്ക് ലഭിക്കും. നിന്റെ ജീവിതത്തിലെ സകല മേഖലകളിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. വചനത്തിന്റെ പൊരുൾ നിനക്ക് പരിശുദ്ധാത്മാവ് തുറന്നു തരും. രണ്ട് കരമുയർത്തി വിളിച്ചേ, വചനാഭിഷേകത്തിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ ആത്മാവേ എന്ന് വിളിച്ചേ. സകല ജീവിതങ്ങളുമേൽ വചനത്തിന്റെ അഭിഷേകം, വചനത്തിന്റെ ദാഹം ഈ സമയം തന്നെ സംഭവിക്കട്ടെ. വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി വിളിച്ചുണരട്ടെ. ആത്മാവേ നിറയണമേ, വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നിതാ, ആത്മാവേ വന്നു നിറയണമേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നിറയണമേ, വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നിതാ, ആത്മാവേ വന്നു നിറയണമേ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരുപാട് നാളുകളായില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില തടക്ക ദോഷങ്ങൾ, പാപത്തിന്റെ കെട്ടുകൾ നമ്മെ വലയം ചെയ്തിരിക്കുന്നു. എനിക്കിതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും? മക്കളെ, ഇന്ന് ഈ ആരാധന സമയത്ത്, ഈ ആരാധന അഷ്ടപാദ സമയത്ത് നിന്റെ എല്ലാ പാപത്തിന്റെ ബന്ധനക്കെട്ടുകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാക്കി പോകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലേക്ക് അവിടെ വ്യാപരിക്കും. പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് വിശുദ്ധമായി ജീവൻ നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരുടെ മേൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്, അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ആദിമ ക്രൈസ്തവ സമൂഹത്തെ ധൈര്യപ്പെടുത്തിയ ആത്മാവ്, യേശുവിന്റെ മേൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് സകല ജീവിതങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 നിറയണമേ, വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നിതാ, ആത്മാവേ വന്നു നിറയണമേ. നിറയണമേ, വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നിതാ, ആത്മാവേ വന്നു നിറയണമേ. നിറയണമേ, വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദാഹമോടിവർ പ്രാർത്ഥിക്കുന്നിതാ, ആത്മാവേ വന്നു നിറയണമേ. ആത്മാവേ വന്നു നിറയണമേ.